أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أدراك ما هي نار حامية അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ഖാരിയയിലെ 11ഉം 12ഉം ആയത്തുകളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്ന് നിനക്ക് എന്തറിയാം. നാറുൻ ഹാമിയ, അത് എരിയുന്ന തീയാവുന്നു. ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു പറയുന്നു, വമാ അദ്റാക മാ ഹിയ, ആ ഭയാനകരമായ നാശത്തെക്കുറിച്ച് നിനക്കെന്തറിയാം. അതായത് അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരാൾക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഇത് ആറ്റം ബോംബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം ഈ ആറ്റം ബോംബ് വീഴുന്നതോടുകൂടി അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്നതാണ്. ദൂരെ താമസിക്കുന്ന ആളുകൾ പോലും ഈ അതികഠിനമായ ചൂട് കാരണം ഉരുകി ഇല്ലാതായിത്തീരുന്നതാണ്. ഈ ആറ്റം ബോംബിൻ്റെ സ്വാധീനം കൊണ്ട് മനുഷ്യ ശരീരം തന്നെ വികൃതമായിത്തീരുന്നതാണ്. ജപ്പാനിലുള്ളവർ പറയുന്നത് ഈ ആറ്റം ബോംബ് കാരണത്താൽ ബാക്കിയുള്ള ജനങ്ങൾ രോഗികളായിത്തീർന്നു. നാം അവരെ പല രീതിയിലും ചികിത്സിക്കുകയുണ്ടായി. ഒരിക്കലും തന്നെ അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തില്ല. മറിച്ച് അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതം തന്നെ മാറുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സമയത്ത് ആറ്റം ബോംബിൻ്റെ സ്വാധീനം കൊണ്ട് 2 ലക്ഷത്തിൽ പരം ആളുകൾ രോഗിയായിരിക്കുകയാണ്. എല്ലാ രീതിയിലും അവരെ ചികിത്സിച്ചു. എങ്കിലും ഒരിക്കലും തന്നെ അത് ശരിയായില്ല. അതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ ജപ്പാനെ പറ്റി പറഞ്ഞത്, അവരുടെ എല്ലാം ശരീരഘടന തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഇനി അവരിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടികളിലും അതിൻ്റെ സ്വാധീനം കണ്ടുവരുന്നതാണ്. ജനിക്കുമ്പോൾ തന്നെ കണ്ണും മൂക്കും കാലും ഒക്കെ നഷ്ടപ്പെട്ട രീതിയിലുള്ള കുട്ടികൾ ജനിക്കാൻ തുടങ്ങുന്നതാണ്. ഇത് ഇപ്പോൾ ജപ്പാനിൽ ശരിക്കും നാം കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. പലരും ഇത് കണ്ടുകൊണ്ട് ചികിത്സയിലൂടെ സുഖപ്പെടുത്താം എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് മരുന്നുകൾ ഇവരിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിലും ഒരു പ്രയോജനവും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനു വേണ്ടി ഏത് മരുന്ന് നൽകിക്കഴിഞ്ഞാലും അതിന് ഒരു പ്രയോജനവും തന്നെ ലഭിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഹാമിയ എന്നതിൻ്റെ മറ്റൊരർത്ഥം തീ അവരിൽ മൂടപ്പെടുന്നതാണ് എന്നാണ്. നാറുൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കത്തുന്ന ഒരു വസ്തുവാണ്. എന്നാൽ നാർ, അതായത് തീയിൻ്റെ കൂടെ ഹാമിയയും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ആ തീ അതിൻ്റെ ഏറ്റവും കഠിനമായ രീതിയിൽ കത്തുന്നതാണ് എന്നായി മാറുന്നു. നാറുൻ ഹാമിയ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഈ തീ ഒരു സാധാരണ പോലെ നിങ്ങൾ കരുതരുത്. അത് ഭയാനകരമായ ഒന്നാണ്. അത് മനുഷ്യരുടെ മുകളിൽ വളരെ കാഠിന്യത്തോടു കൂടിയായിരിക്കും ഇറങ്ങുക. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നരകത്തിലെ തീയിനെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു, തകാദു തമയ്യസു മിനൽ ഐളി, അമർഷം നിമിത്തം അത് പൊട്ടി പിളരാറാകും. ഈ ഒരു കാര്യം തന്നെയാണ് നാറുൻ ഹാമിയയിലും പറഞ്ഞിട്ടുള്ളത്. ആ തീയുടെ ചൂട് എന്ന് പറയുന്നത് സാധാരണ തീയേക്കാളും ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ ചൂടുള്ളതായിരിക്കും. ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിൽ ആറ്റം ബോംബിൻ്റെ രൂപത്തിലായിരിക്കും അത് പ്രകടമാകുന്നത്. അതിൻ്റെ ഭയാനകരമായ വിപത്ത് ലോകത്ത് ഇന്ന് പ്രകടമായതാണ്. ഇപ്പോൾ ലോകം വെറും ഒരു പടി മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന യുദ്ധം അത് അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അള്ളാഹു അളന്നു നോക്കുന്നതാണ്. ആരുടെ സൽക്കർമ്മത്തിൻ്റെ തൂക്കമാണോ കൂടുതലുള്ളത്, തീർച്ചയായും അവർ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.